ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. 4 കിഡിലൻ അപ്ഡേറ്റ്, വെറും അപ്ഡേറ്റ് അല്ല, 4 കിടുക്കാച്ചി അപ്ഡേറ്റുകളാണ് 4 നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ അവറാൻ എന്ന് പറഞ്ഞ ടോവിനോയുടെ പുതിയ സിനിമ ഇന്ത്യൻ 2 റിലീസ് ഡേറ്റ് അടക്കമുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. ആൻഡ് അല്ലു അർജുന്റെ പുഷ്പ 2 റിലീസ് ഡേറ്റ് അടക്കമുള്ള ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതല്ലാതെ ലക്കി ബാസ്റ്റർ, ഇനി ദുൽഖർ സൽമാന്റെ DQവിന്റെ അടുത്ത ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറഞ്ഞു വരുന്ന ലക്കി ഭാസ്കറിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, പ്രൊമോ സോങ്. ആദ്യം നമുക്ക് പ്രൊമോ സോങ് നോക്കിയിട്ട് വരാം. ഒരു 33 സെക്കൻഡ് മാത്രമുള്ള ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. നാളെ ഒഫീഷ്യൽ സാധനം വരുമായിരിക്കും എന്ന് വേണം. എന്തായാലും ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വരാം. റെഡി. മിണ്ടാതെ മിണ്ടാതെ നീ ഇന്നെന്തേ ഉള്ളാകെ വല്ലാതെ നോവുന്നെന്തേ. നല്ല മ്യൂസിക് ആണല്ലേ. ജി വി പ്രകാശാണ്, വേദമോഹൻ പാടിയിട്ടില്ല. ഔട്ട് ഓൺ 19th ജൂൺ. അപ്പോൾ നാളെയാണ് 19th ജൂൺ എന്ന് പറയുമ്പോൾ മറ്റന്നാൾ ഇതിന്റെ ഒഫീഷ്യൽ സോങ്, അതായത് ഫുൾ സോങ് ഔട്ട് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിണ്ടാതെ മിണ്ടാതെ ആ സാധനം തന്നെ ഭയങ്കര രസമുണ്ട്. ആദ്യത്തെ വരിയാണെങ്കിൽ ഇതിന്റെ പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് BGM രസമുണ്ട്. ആ ഫ്ലൂട്ട് പോർഷൻ നല്ല രസമുണ്ട്. 33 സെക്കൻഡിൽ തന്നെ നമ്മൾ ഒരു എന്താ പറയുക മെൽറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ മുഴുവനായിട്ട് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ഉള്ള ഫുൾ വീഡിയോസ് ഒന്ന് നമ്മൾ കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ലിറിക്കലായിരിക്കും. 19 മറ്റന്നാൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഇനി അധികം വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്തൊരു സാധനമാണ് പുഷ്പ 2. ഒഫീഷ്യലി സിനിമ റിലീസാവുന്ന ഡേറ്റ് ഒക്കെ ഒഫീഷ്യൽ അല്ലെങ്കിലും അൺഒഫീഷ്യലി ഇത് പലതരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഡേറ്റ് ഒക്കെ ലീക്ക് ആയിരുന്നു. പലപ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഒരു പോസ്റ്റർ അടക്കം ഒഫീഷ്യൽ സാധനം ഇപ്പോഴാണ് പുറത്തു വിട്ടുള്ളത്. അല്ലു അർജുൻ തന്നെ ഇട്ടുള്ള പോസ്റ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ. സീരിയസ്ലി ഒരു ഒറ്റ നോട്ടാണ് ഞാനിത് എടുത്തു വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കണ്ടത്. ഫുള്ളായിട്ട് നോക്കിയില്ല. അപ്പൊ തന്നെ കിഡിലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു കിഡിലൻ സാധനം. 6 ഡിസംബർ 2024, അതായത് ഈ വർഷം തന്നെ ഡിസംബർ 6-ാം തീയതി സിനിമ വരും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അൺഒഫീഷ്യലി ആണെങ്കിലും ഒഫീഷ്യലി വന്നിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മ. അൺഒഫീഷ്യലി ഇത് 6-ാം തീയതി എന്നുള്ള വാർത്ത ഇതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സമാധാനമായിട്ടുണ്ട്. അല്ലു അർജുൻ തന്നെ ഇങ്ങനൊരു ഒഫീഷ്യൽ പോസ്റ്റ് പുറത്തു വിട്ടപ്പോൾ സന്തോഷമുണ്ട്. ഇനി അല്ലു അർജുനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു സാധനമാണ് തന്നിരിക്കുന്നത്. കയ്യിലൊരു വാളൊക്കെ പിടിച്ചിട്ട് ഒരു കിട്ടുക്ക ലുക്കിൽ കോട്ടൊക്കെ ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ കോട്ട് ഏതെങ്കിലും ഒരു തന്നെ തട്ടിയിട്ട് അയാളുടെ കോട്ട് എടുത്തിട്ടതായിരിക്കും. അല്ലാണ്ട് കോട്ടിട്ടൊന്നും പുള്ളിക്കാരൻ വരാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു അല്ലു അർജുൻ സ്റ്റൈൽ ഒരു പോക്ക് പോയിട്ടുള്ള പരിപാടിയായിരിക്കും. എന്തായാലും ഇതെന്താ അറിയോ, അല്ലു അർജുൻ സിനിമ എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. പുഷ്പയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. അതിലെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും പുള്ളിക്കാരന്റെ നടത്തം, നോട്ടം, ചിരി, ഡയലോഗ്. പുഷ്പ മറ്റേ ഫ്ലവർ അല്ലടാ ഫയർ എന്ന് പറഞ്ഞ സാധനമാണെങ്കിലും എല്ലാം കൊണ്ടും കിടലായിരുന്നു. പിന്നെ ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അത് നമ്മുടെ ഷിഖാവത്ത് എന്ന് പറയുന്ന നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആ ഒരു ക്യാരക്ടർ ഏത് രീതിയിലായിരിക്കും ഇതിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു പവർ വെച്ചിട്ട് വെറുതെ വന്നാലും തല്ലും മേടിച്ചു വന്നത് ബഡേമിയൻ ചോട്ടാമേനിൽ പൃഥ്വിരാജിനെ മറ്റേ കടുക്ക് വറുക്കണ പോലെ വറുത്തിട്ടുള്ള സാധനമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ആയതുകൊണ്ട് ഇത്തരം സിനിമയിലൊക്കെ ആകുമ്പോൾ ഒരു കുറച്ചുകൂടി വാല്യൂ കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് കണ്ടറിയാം. പുഷ്പ 2 ദ റൂൾ ഇൻ സിനിമാസ് ഫ്രം December 6, 2024 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയോ തീയൊക്കെ ഇട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. എന്തായാലും നല്ല കിടിലൻ സാധനം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇന്ത്യൻ 2. ഇന്ത്യൻ 1 കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ 2 തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആകാംക്ഷ ഉണ്ടാവും. കണ്ടിട്ടുള്ള ആളുകൾ എത്ര ആളുണ്ടെന്ന് അറിയില്ല. ആരെങ്കിലും അങ്ങനെ തിയേറ്ററിലൊക്കെ അത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഭാഗ്യവാന്മാരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. സോ 2 അങ്ങനെ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇത് കയ്യിൽ വിലങ്ങ് വെച്ചിട്ട് കഫൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോഴും കൈ മറ്റേ പിടുത്തം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ഇയാളുടെ പവർഫുൾ പരിപാടിയാണല്ലോ, എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ജൂലൈ 12, 2024 ഇൻ സിനിമാസ് എന്ന് പറഞ്ഞത്. ജൂലൈ 12 അടുത്ത മാസം 12-ാം തീയതി. ജസ്റ്റ് ഒരു മാസത്തിനടുത്ത് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഗ്രാൻഡ് റിലീസ് ഇൻ സിനി വേൾഡ്, ഓഡിയോൺ അക്രോസ് UK എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെലോ UK, സേനാപതി Resurrects, Indian 2 is all set to storm in cinemas near you on July 12th. See you at Cineworld എന്ന് പറഞ്ഞ ഹലോ UK, യുണൈറ്റഡ് കിങ്ഡം.
ഓക്കെ, എന്തായാലും ജൂലൈ 12 വരുന്നു പറഞ്ഞിട്ടുള്ളത്. സോ പാപ്പോം അല്ലേ. ഇനി പറയാനുള്ളത് ടൊവിനോ. ടൊവിനോയുടെ ഒരു കിടിലൻ സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്, കുറച്ച് ലിസ്റ്റിലുണ്ട് പുള്ളിക്കാരന്. അതിലൊന്നാണ് നമ്മുടെ എന്തായിരുന്നു ARM എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ. ARM അതൊരു കിടിലൻ സാധനം തന്നെ ആയിരിക്കും. അതിന്റെ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ആ ടീസർ പോലത്തെ ഒരു സാധനം തന്നിരുന്നല്ലോ, അതിന്റെ ഭയങ്കര പ്രതീക്ഷയുള്ള സാധനമായിരുന്നു. ഒരു സൂപ്പർ ഹീറോ എന്നുള്ളത് മാത്രമല്ല, അതിന്റെ വിഷ്വൽസ് കാണുമ്പോൾ ഒരു ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു എപ്പിക് സാധനം എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലൊരു ബ്രഹ്മാണ്ഡ സാധനം മലയാളത്തിൽ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു വരുന്നൊരു പേരാണ് അവറാൻ എന്ന് പറയുന്ന സിനിമ. അത് പക്ഷെ ഒരുപാട് ആളുകൾ കേൾക്കാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം വന്നിരുന്നില്ല. എന്തായാലും ഫൈനലി ഈ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1 മിനിറ്റ് ഉള്ള ഒരു മോഷൻ പോസ്റ്റർ പോലെ സാധനം വന്നിട്ട് നമ്മൾ അത് എടുക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു പോസ്റ്റർ ഇത് തന്നെയാണ് അതിലുള്ളത്. പിന്നെ മ്യൂസിക് അടിപൊളിയായിരിക്കും, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ വന്നിട്ടുള്ള സാധനമാണ് ഇത്. സത്യത്തിൽ ഒരു വെറൈറ്റി ഫീൽ തോന്നുന്ന സാധനം. ഇത് സത്യം പറഞ്ഞാലേ വരച്ചു വെച്ചിട്ടുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് വരച്ചു വെച്ച പോലെ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ നോക്കി, ഒരു പന്നീനെ വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ഒരു തോക്ക് ഉണ്ട്, ആ തോക്ക് മുല്ലമുട്ട് പോകുന്ന പോലെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അതിൽ റോസാപ്പൂവിന്റെ വള്ളി, പിന്നെ താഴെ വേറൊരു കത്തി, ചുറ്റിക, 2-3 ചുറ്റിക, കോടാലി, പിന്നെ കുറെ ആയുധങ്ങളാണ്, മറ്റേ അരിവാള്, ഫുൾ ആയുധങ്ങളാണ് കാണുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ മാലാഖമാരെ പോലെ കുറെ ആളുകൾ കാണുന്നുണ്ട്. യേശു ആണോ അല്ല, അത് രീതിയിൽ തോന്നുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ക്രിസ്ത്യൻ ടച്ചുള്ള സാധനം പോലെ കുറച്ച് ആളുകൾ. ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു അങ്ങനെ അറിയാലോ, ഒരു ഇപ്പോ ജീസസിന്റെ പ്രാർത്ഥനയും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും അതിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആർട്ടുകൾ കാണാറുണ്ട്. മുകളിലെ ഭാഗം മാത്രമേ പറയുന്നുണ്ട്, താഴെയുള്ള കത്തിയും കടയും മറ്റു പരിപാടികളില്ല. അപ്പൊ അത്തരത്തിൽ ഫീൽ തോന്നുന്ന ഒരു ഹെവൻലി ഫീൽ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. താഴെ ഫുള്ളി പറഞ്ഞ പോലെ അത് തന്നെ അപകടമാണ്. അവരുടെ ആള് കുറച്ച് സീനാണ് എന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഒരു പ്രത്യേക ചിരി, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിരി ഇരിച്ചിട്ട് നമ്മുടെ ടോവി അച്ചായൻ ഇരിക്കുന്നതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഒരു പക്ക അച്ചായൻ ക്യാരക്ടറിനാവാനുള്ള സാധ്യതയാണ് അവരാണെന്നുള്ള പേരിലോ തന്നെയാണ് തോന്നുന്നത്. സോ പുള്ളിക്കാരനാണെങ്കിലും ഭയങ്കര കളർഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാലിലെ കറുത്ത ഷൂ ആണെങ്കിലും കസവ് കരയുള്ള മുണ്ടും കളർഫുൾ ആയിട്ടുള്ള റോസും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഷർട്ടും, ഒരു യൂത്ത് പ്ലസ് ട്രെൻഡി പ്ലസ് ഒരു പക്ക ഓൾഡ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ക്യാരക്ടർ ആവുമെന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. നല്ല പ്രതീക്ഷയുള്ള സാധനമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ജിനു എബ്രഹാം ഇന്നോവേഷൻ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ജിനു എബ്രഹാം ആണിത് പ്രൊഡക്ഷൻ എന്നാണ് തോന്നുന്നത്. ഡയറക്റ്റഡ് ബൈ ശില്പ അലക്സാണ്ടർ. ഓഹോ, എനിക്കല്ല കൊള്ളാലോ. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ ജിനു വി എബ്രഹാം അല്ലേ, നമ്മുടെ നടൻ ജിനു വി എബ്രഹാം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ബെന്നി പി നായരമ്പലം. എന്റെ മോനെ, അപ്പൊ നല്ല സാധനമാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു ക്രൂവും ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്തൊരു മാസ് ഐറ്റം ആവാനുള്ള, മാസ് പ്ലസ് ക്ലാസ് ഐറ്റം ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം വർക്ക് കണ്ടിട്ട് ഭയങ്കര ബുദ്ധിപരമായി ചെയ്ത ഒരു പോസ്റ്റർ. അങ്ങനെ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാനുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ ആ പണി ചെയ്യുന്ന ആളുകൾ ചെയ്തോളൂ. പക്ഷെ ഒറ്റ ലുക്കിൽ കാണുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ നല്ല പ്രതീക്ഷ തോന്നുന്ന, കണ്ടാൽ അത്യാവശ്യം നല്ല ഇത് കൊള്ളാലോ സാധനം, ഇത് കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ തോന്നുന്ന രീതിയിലൊരു പോസ്റ്ററാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഞാൻ കാത്തിരിക്കുന്നത് ഓഫ് കോഴ്സ് പുഷ്പ. അതിന്റെ റേഞ്ച് ഒന്നും വേറെ പടങ്ങൾ വരുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതൊരു മലയാളം പടം വരുമായിരിക്കും, വരട്ടെ. പക്ഷെ എന്നാലും പുഷ്പ 1 ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഓളുണ്ട്, പിന്നെ അതിലെ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അത് പുഷ്പ തന്നെ ആയിരിക്കും. ഒരു വമ്പൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. മ്യൂസിക് വൈസ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഇപ്പൊ ബാക്കി വരാൻ പോകുന്ന സ്റ്റോറി ആണെങ്കിലും നായകൻ വില്ലൻ തമ്മിലുള്ള ഒരു മുഖാമുഖം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം തന്നെ തരാൻ അവർ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന്, ലക്കി ഭാസ്കർ ആണോ, ഇന്ത്യൻ 2 ആണോ, അവറാനാണോ, അതോ അല്ലു അർജുന്റെ പുഷ്പ 2 ആണെന്നുള്ളതും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജീവിച്ചു പോട്ടെ.